ന്യൂസ് മലയാളം ബിഗിംഗ് ബാക്ക്. ആസൂത്രണ ബോർഡിലേക്കുള്ള വിവാദ പരീക്ഷയിൽ റാങ്ക് പട്ടികകൾ റദ്ദാക്കാൻ PSC തീരുമാനം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിക്ക് അനുസൃതമായി പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കും. 228 ഉദ്യോഗാർത്ഥികളുടെ പേപ്പറുകളും പുനർമൂല്യനിർണ്ണയം നടത്തും. ക്രമക്കേട് പരാതി ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കും. മൂന്ന് പട്ടികയിലെ ക്രമക്കേട് വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനുരു, എന്തായാലും ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വന്ന വാർത്തയിൽ പെട്ടെന്ന് തന്നെ നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകുന്നു. ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. PSC അതിൽ നടപടിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നു PSC എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ PSCയുടെ പുതിയ നീക്കം? സ്വാതി, സംസ്ഥാനത്ത് PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന പരീക്ഷകളിലാണ് ഇത്തരത്തിലൊരു അട്ടിമറി ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ വാർത്ത കേരളം കേട്ടത്. ഇപ്പോൾ അതിനൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. അട്ടിമറി കണ്ട ക്രമക്കേട് നടന്ന 3 റാങ്ക് ലിസ്റ്റുകളും റദ്ദാക്കാനാണ് ഇന്ന് ചേർന്ന PSC കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ചേർന്ന യോഗം ഇതുവരെയും അത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നതുവരെയുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനമുണ്ടായിരിക്കുന്നത്. റാങ്ക് പട്ടികകൾ റദ്ദാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്. കാരണം ഈ പ്ലാനിംഗ് ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു നിർദ്ദേശങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇന്ന് യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോഓർഡിനേഷൻ, അതുപോലെ തന്നെ ചീഫ് പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നീ 3 റാങ്ക് പട്ടികകളിലാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ തുടർ ഉത്തരവുകൾക്ക് വിധേയമായി റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഈ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ ഒരു അട്ടിമറിയിൽ PSC അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഈ ഒരു അട്ടിമറി അന്വേഷിക്കും. കൂടാതെ SP-യുടെ നേതൃത്വത്തിലായിരിക്കും, വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. കാരണം ഇതെങ്ങനെ നടന്നു എന്നറിയണം. ഇത് പുറത്തു നിന്നാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢാലോചനയാണോ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും അബദ്ധമാണോ എന്ന് അറിയേണ്ടത് PSCക്ക് അത്യാവശ്യമാണ്. കാരണം ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴി നടത്തിയ ഒരു മൂല്യനിർണ്ണയത്തിലാണ് വലിയൊരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നത്. കാരണം 100 മാർക്കിൽ 58 മാർക്കും ഈ മാർക്കിടാതെ പോയി എന്നുള്ളതാണ് PSCയുടെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ആഭ്യന്തര വിജിലൻസ് ഈ ഒരു വിഷയം പരിശോധിക്കുക. എന്തായാലും ഈ 228 ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്തി പുതിയൊരു റാങ്ക് പട്ടിക തയ്യാറാക്കാനാണ് PSC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാതി, അനുരു, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അനുരു സൂചിപ്പിച്ചതുപോലെ PSCയുടെ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷ, അതിലാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് നടക്കുന്നത്. നമ്മൾ ആ ക്രമക്കേട് എന്നുള്ളത് മാറ്റി ഇന്ന് തട്ടിപ്പ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ ഒരു പ്രശ്നം പറ്റിയത്? ഇതൊരു സാങ്കേതിക തകരാറാണ് എന്ന് പറഞ്ഞ് എന്തായാലും PSCക്ക് പറഞ്ഞ് ഒഴിയാനാകില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ്, ഉള്ളിൽ നിന്നുമാണോ പുറത്തു നിന്നുമാണോ, എവിടെ നിന്നാണ് ഈ ഒരു ക്രമക്കേട് തട്ടിപ്പുണ്ടായത്, അതിന് കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണം നീങ്ങുമോ? തീർച്ചയായിട്ടും സ്വാതി, ഇത് ഒരു ക്രമക്കേടെന്ന് പറയാൻ കഴിയില്ല. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുൻ റാങ്ക് ലിസ്റ്റുകളിൽ ഈ പറയുന്ന ആസൂത്രണ ബോർഡുകളിലേക്കൊക്കെ നടന്ന PSC പരീക്ഷകളിലൊക്കെ മുൻ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിക്കും ലഭിക്കുന്ന എഴുത്തു പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ലഭിച്ച മാർക്കുമൊക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ കൃത്യമായി PSC അടയാളപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ 2025 മെയ് 31 ഇറക്കിയ ഈ പറയുന്ന 2 റാങ്ക് ലിസ്റ്റുകളിൽ ഇത്തരത്തിൽ യാതൊരു മാർക്കുകളും രേഖപ്പെടുത്താതെ ഇടതുപക്ഷ നേതാവിനെ 1ാം റാങ്കുകാരനാക്കിക്കൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് PSC പുറത്തിറക്കിയത്. അതിൽ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC പറഞ്ഞ തുക ട്രഷറിയിൽ ഒടുക്കി ഈ പറയുന്ന കൂടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾ PSCക്ക് അപേക്ഷ നൽകുന്നത് ഉത്തരക്കടലാസ് കിട്ടാൻ. എന്നാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് പൈസ അടച്ചിട്ട് പോലും ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകൾ നൽകാൻ PSC തയ്യാറായില്ല. വിവരാവകാശ നിയമപ്രകാരം ഉത്തരക്കടലാസുകൾ ആവശ്യപ്പെട്ടപ്പോഴും അപേക്ഷകളൊക്കെ നിരസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഉത്തരക്കടലാസുകൾക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ അപ്പീലുമായിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. അപ്പോഴും
കമ്മീഷൻ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഇതിൻ്റെ വശം പരിശോധിച്ചിട്ട് നൽകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് കിട്ടിയ മാർക്ക് നൽകുന്നില്ല, അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയ്ക്ക് നൽകുന്ന മാർക്ക് നൽകുന്നില്ല. നമ്മൾ ഇന്ന് രാവിലെ നൽകിയതുപോലെ 100 മാർക്കിൽ 58 മാർക്ക് മൂല്യനിർണ്ണയം നടത്താതെ പോകുന്നു. അതും മാനുവലായിട്ടല്ല, PSC ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തടയാൻ കൊണ്ടുവന്ന ഓൺലൈൻ മാനുവൽ സ്ക്രീനിങ്ങിലാണ് ഇത്തരത്തിലൊരു തെറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു സംഭവം കൊണ്ടുവരാൻ തന്നെ കാരണം മാനുഷികമായ ഇടപെടലുകളിലൂടെ, കാരണം ഇത്തരത്തിലൊരു റാങ്ക് ലിസ്റ്റിൽ 1/2 മാർക്ക് പോലും കുറയുന്നത് ഈ 1ാം റാങ്കുകാരനെ 2ാം റാങ്കുകാരനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം PSC നടപ്പിലാക്കുന്നത്. ഇതുപ്രകാരം ഈ പറയുന്ന ഉത്തരക്കടലാസുകൾ കൃത്യമായി സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് നൽകുകയും ഈ കമ്പ്യൂട്ടറുകൾ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അധ്യാപകർ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നോക്കിയിട്ടാണ് ഇതിൽ മാർക്കിട്ട് PSCയുടെ അതീവ രഹസ്യമായ സെർവറിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി ഓരോ മാർക്ക് അധ്യാപകൻ രേഖപ്പെടുത്തുമ്പോഴും ഓരോ ഉത്തരക്കടലാസിലും താൻ എത്ര മാർക്കിനാണ് ഈ ആൻസറുകൾക്കാണ് താൻ മാർക്കിട്ടതെന്ന് ഈ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകന് മനസ്സിലാകും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 മാർക്കിൽ 42 മാർക്കിന് മാത്രമാണ് ഈ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർ ഇത് വിധി നിർണ്ണയം നടത്തിയിട്ടുള്ളതെന്നാണ്. ഇത് പരിശോധിച്ച സമയത്ത് ഈ 228 ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു നിലപാടാണ് അധ്യാപകർ എടുത്തത്. ഇത് എന്തിനാണ് എന്നുള്ള നിലപാട് അല്ലെങ്കിൽ എന്തിനാണെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. കൂടാതെ ഇത്തരത്തിൽ മാർക്ക് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കാതെയാണ് മെയ് 31-ന് PSC ഈ പറയുന്ന 2 റാങ്ക് ലിസ്റ്റുകളിലും 2 തസ്തികകളിലും റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം വെറും അടിയന്തരമായ നടപടിയുണ്ട്. 3 ആഴ്ച കൊണ്ട് ഇതിൽ നിയമന ശുപാർശ നൽകുന്നു. സർക്കാർ തന്നെ, ഇടത് സർക്കാർ തന്നെ അടിയന്തരമായിട്ട് ഏകദേശം 1,65,000-ഓളം രൂപ ശമ്പളമുള്ള തസ്തികയിലേക്ക് ഇടത് അനുഭാവികളെ നിയമിക്കുന്നു. അപ്പോൾ ഇതിലൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കൂടാതെ ഈ മാർക്കുകൾ എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട്, മാർക്കുകൾ പ്രസിദ്ധീകരിക്കാതെ എന്തിന് നിയമന ശുപാർശ നൽകി എന്നുള്ള ചോദ്യങ്ങളടക്കം ഉണ്ട്. സ്വാതി, ഈ 58 മാർക്ക് എന്തുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയില്ല എന്നുള്ളതുണ്ട്. കാരണം 1 മാർക്കല്ല, 1/2 മാർക്കല്ല, 58 മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഉത്തരക്കടലാസിൻ്റെ പകുതിയിലധികം മാർക്കും വിലയിരുത്തപ്പെടാതെ പോയി എന്നുള്ളത് ഗുരുതരമായ ക്രമക്കേട്, അട്ടിമറി എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ PSC യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങൾ ആഞ്ഞടിച്ചത്. ഇക്കാര്യത്തിൽ ഈ പറയുന്ന കുറ്റക്കാർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നുള്ള ഒരു ആവശ്യമാണ് അംഗങ്ങൾ ഉയർത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താതെ അതിന് കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് ചെയർമാൻ എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വിജിലൻസിനെ കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ആഭ്യന്തര അന്വേഷണം വേണ്ട, പകരം പുറത്തു നിന്നുള്ള ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യമടക്കം വന്നെങ്കിലും കമ്മീഷൻ അതിലെ ഭൂരിഭാഗം അംഗങ്ങളും അത് തള്ളുകയായിരുന്നു. അങ്ങനെ പുറത്തുനിന്നുള്ളൊരു അന്വേഷണം ഏജൻസി PSCയിലേക്ക് വരുന്നത് അത്ര സുഖകരമായ നടപടിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ PSCയുടെ ആഭ്യന്തര അന്വേഷണം നടക്കട്ടെ, അതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ മാത്രം പുറത്തേക്ക് നൽകിയാൽ മതി എന്നുള്ള നിലപാടാണ് PSC ചെയർമാൻ MR ബൈജു സ്വീകരിച്ചത്. അതാണ് ഇപ്പോൾ ഫലവത്തായിരിക്കുന്നത്. എന്തായാലും ഈ റാങ്ക് പട്ടികകൾ റദ്ദാക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു തുടർ നടപടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ തുടർ ഉത്തരവുകൾ വിധേയമായിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ് PSC. ഒരുപാട് ആളുകൾ ഏറെ പ്രതീക്ഷയോടുകൂടി PSC പരീക്ഷ എഴുതാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഏൽക്കുന്ന ഒരു വലിയ, അവരുടെ മുഖത്തൊക്കെ ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന സംഭവങ്ങൾ എന്നുള്ളത്. അതും PSC തന്നെ നടത്തുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പരീക്ഷ, മികച്ച പ്രഗത്ഭരെ കണ്ടെത്താനുള്ള പരീക്ഷയിലാണ് ഇത്ര വലിയ ക്രമക്കേട് നടത്തിയത്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കില്ലേ? തീർച്ചയായിട്ടും സ്വാതി, ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സർക്കാർ, UDF സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ കാണും എന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. കാരണം ഇപ്പോഴും PSCയിൽ ഇരിക്കുന്നത് 15 അംഗങ്ങളാണ്. ഇവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളാണ്, ചെയർമാൻ അടക്കമുള്ളത്. UDF സർക്കാരിൻ്റെ ഒരു നോമിനി പോലും ഇപ്പോൾ PSCയിൽ ഇല്ല എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ആസൂത്രണ കമ്മീഷനിലേക്ക് ഇടത് അനുഭാവികളെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു വലിയ അട്ടിമറി PSC പരീക്ഷയിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഉത്തരക്കടലാസ് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അട്ടിമറി ന്യൂസ് മലയാളത്തിന് പുറത്തെത്തിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഉത്തരക്കടലാസ് നൽകാത്ത പല തസ്തികകളും ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ KS അടക്കമുള്ള വിഷയങ്ങളിലടക്കം ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, ഇവർക്ക് ഉത്തരക്കടലാസുകൾ നൽകുന്നില്ല. ഇപ്പോൾ PRDയിലെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തസ്തികയിൽ പോലും ഉത്തരക്കടലാസുകൾ PSC നൽകിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പല തസ്തികകളിലും ഇത്തരത്തിൽ
ഉത്തരക്കടലാസുകൾ PSC ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ ഉത്തരക്കടലാസുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാതെ ഒളിപ്പിച്ചു വെക്കുന്നു? PSC ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമ്പോൾ തന്നെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് 15 ദിവസത്തിനുള്ളിൽ ഉത്തരക്കടലാസിന് വേണ്ടി അപേക്ഷിക്കാം. 335 രൂപ അടച്ച് ജില്ലാ ട്രഷറിയിൽ എന്തായാലും വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ട് ബാക്കി എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ മറ്റു പരീക്ഷകളിലൊക്കെ സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നോ എന്നതടക്കം അറിയണം. എന്തായാലും ന്യൂസ് മലയാളത്തിലൂടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുകയും അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയും ചെയ്തത്.